യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിന് ഈ പകൽ മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് അകത്തുനിന്ന് പ്രകാശനം നൽകിയ ആത്മീക ദൂതുകൾക്ക് ആധാരം ആയിരിക്കേണ്ടതിന് ഹഗായി പ്രവാചക പുസ്തകം 2-ാമത്തെ അധ്യായം 18-19 വാക്യങ്ങൾ പൊതുവിൽ വായിച്ച് സഹായിച്ചാലും. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. From this day on I will bless you. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിൻ്റെ ഇന്ന് വെളിപ്പെടാൻ എന്തു ചെയ്യണം എന്ന് നാം കഴിഞ്ഞ ചില ആഴ്ചകളിൽ അഭാഗങ്ങൾ ധ്യാനിച്ചു. ദൈവം അവരെ, ഇസ്രായേലിനെ, യഹൂദയെ ദൈവം എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? BC 538 ശേഷം BC 520 ഇസ്രായേലിൻ്റെ പ്രത്യേക സാഹചര്യം അല്പമായി ചില ആഴ്ചകൾക്ക് മുന്നമേ വിശദീകരിച്ചിരുന്നു. ദൈവം എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇസ്രായേലിനെ, യഹൂദയെ അനുഗ്രഹിച്ചത്? ഒന്ന്, നാം സക്കറിയ പ്രവചനത്തിൽ നിന്ന് ഗ്രഹിച്ചു. നീണ്ട 70 വർഷത്തെ അവരുടെ ഉപവാസത്തിന് ദൈവം മറുപടി നൽകി. നീണ്ട 70 വർഷത്തെ ഉപവാസം ഹഗായി പ്രവചനവുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ളത് നാം ഗ്രഹിച്ചു. ഹഗായി, സക്കറിയ എന്നീ രണ്ട് പ്രവാചകന്മാർ പ്രവാസാനന്തരം യഹൂദന്റെ ആലയത്തിന്റെ നിർമ്മാണ വേളയിൽ സെരുബാബേലിനോടും യോശുവയോടും ഒരുമിച്ച് നിന്ന് പ്രവചിച്ചവരാണ്. ഇവരുടെ പ്രവചനം ശക്തമായത് ഒരു പ്രത്യേക കാലത്തിലാണ്. യഹോവയുടെ ആലയത്തിന് തറക്കല്ലിട്ട് ആലയത്തിൻ്റെ പണി മുടങ്ങിപ്പോയ സമയത്താണ് ഇവര് രണ്ടുപേരും പ്രവചിക്കാൻ തുടങ്ങിയത്. രണ്ട് മനുഷ്യരെ ദൈവം ദൂതുവാഹികളായി തൻ്റെ ആലോചന പുരയിലെ തിരുഹൃദയത്തിന് ഉൾത്തടത്തിലെ ആലോചനകൾ ഇവരിലൂടെ കൈമാറിയത് കൊണ്ട് യഹോവയുടെ ആലയത്തിൻ്റെ പണിയുമായി വല്ല ബന്ധം ഉണ്ടോ? ഇവർ രണ്ടുപേരും പ്രവചിച്ചത് കൊണ്ടാണ് ആലയത്തിൻ്റെ പണി നടന്നത് എന്നുള്ളതിന് സഹായമായ വാക്യമുണ്ട്. ആ വാക്യം മാത്രം ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് 2-3 പോയിന്റുകളിലേക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയതിന് ശേഷമുള്ളതിലേക്ക് വരാൻ കൃപയിൽ ശരണപ്പെടുന്നു. ഹഗായി, സക്കറിയ എന്നീ പ്രവചന ഗ്രന്ഥങ്ങളുടെ ചരിത്രം ലിഖിതമാക്കപ്പെട്ടിട്ടുള്ളത് എസ്രയുടെ ഗ്രന്ഥത്തിലാണ്. എസ്രയുടെ പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ പൊതുവിൽ ഒന്ന് വായിച്ചാലും. വായിച്ചു. മകൻ സെക്കരിയാവും എന്ന പ്രവാചകന്മാർ യഹൂദയിലും യെരുശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. അങ്ങനെ ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലും യോസാദാക്കിന്റെ മകനായ 6-14 കൂടെ ഒന്ന് വായിച്ചാട്ടെ. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു. ഹഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെക്കരിയാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. എന്ത്? ആലയത്തിന്റെ പണി പ്രവചിച്ചതിനാൽ സാധിച്ചു വന്നു. അപ്പോൾ ദൈവം തൻ്റെ ദൂത്, തൻ്റെ ആലോചന
ഈ രണ്ട് ദൂതുവാഹികളിലൂടെ അവർ നോക്കണം, അവർ രണ്ടുപേരും ഒത്തൊരുമയുള്ളവരായിരുന്നു. ഇവർ രണ്ടുപേരും പ്രവചിച്ച പ്രവാചകം രണ്ടും ചേരുമായിരുന്നു. പലപ്പോഴും പല പ്രവചനവും ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. ഒരു പ്രവചനം തെക്കോട്ടെങ്കിൽ മറ്റൊരു പ്രവചനം വടക്കോട്ട്. എന്നാൽ തിരുഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ആലോചന തമ്മിൽ ചേരാതിരിക്കില്ല. നോക്കണേ, വലിയ പ്രവചനം വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിളിൻ്റെ എഴുത്തുകാർ ദിവംഗത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ടാണ് ഇത് ചമച്ചത്. നീണ്ട കാലയളവ് കൊണ്ടാണ് ഇത് എഴുതിയത്. എന്നാൽ ഇത് ഒന്നിച്ച് കാനോനികമായി കുത്തിക്കെട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരിടത്ത് നിന്ന് ഒരാൾ പറഞ്ഞു കൊടുത്ത് ഒരാൾ എഴുതിയതുപോലെ ഇതിൽ തമ്മിൽ ചേരുന്നതിന് കാരണം ഇതിൻ്റെ പുറകിലെ ആത്മാവ് ഒന്നാണ്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും രണ്ട് പ്രവാചകന്മാരുണ്ടെങ്കിലും അവർ തമ്മിൽ ചേരാത്തവരല്ല. അവർ രണ്ടുപേരും കരം കോർത്തു പിടിച്ച് പ്രവചിക്കുന്നവരാണ്. ഇവരുടെ വായിലൂടെ പുറത്തു വന്ന പ്രവാചകം മന്ദീഭവിച്ചിരിക്കുന്ന, മന്ദതയേറ്റിരിക്കുന്ന ജനത്തെ കരുത്തീകരിക്കുന്ന, സ്തോത്രം, കരുത്തരാക്കി മാറ്റുന്ന, ശക്തരാക്കി മാറ്റുന്ന ദൂതുകളാണ്. ഹല്ലേലൂയ. ഈ ദൂതുകൾ ഉറങ്ങിയ ജൂതനെ തട്ടി ഉണർത്തിയ കാലിക പ്രസക്തിയുള്ള ദൂതാണ്. അത് ഇന്ന് ഓദര സഭയിൽ മന്ദതയുള്ള ചിലരുടെ പുറത്ത് തട്ടുന്ന, ഹൃത്തടത്തിൽ മുട്ടുന്ന, തട്ടി ഉണർത്തുന്ന ആലോചനയായി ദൈവം തീർക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. എത്ര പേർക്ക് ദൈവത്തിന്റെ വചനത്താൽ ഞാൻ ഒരു തട്ടി ഉണർത്തപ്പെടണമെന്ന് എത്ര പേർക്ക് കാംക്ഷയുണ്ട്? അവർ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ വചനം കൊണ്ട് എന്നെ തട്ടി ഉണർത്തണേ, അങ്ങയുടെ വചനത്താൽ എന്നെ ശക്തീകരിക്കണേ. യഹോവയുടെ ആലയത്തിന്റെ പണി നിന്നു പോയത് എങ്ങനാന്ന് മോളിലൊരു വാക്യത്തിലുണ്ട്. അവരുടെ ധൈര്യം ക്ഷയിച്ചു പോയി, അവർ പേടിച്ചു പോയി. സ്തോത്രം, ആമേൻ. പ്രശ്നം കിടക്കുന്നത് ഹൃദയത്തിലാണ്. ഉണർവ് ആരംഭിക്കേണ്ടത് തമ്പേറിലല്ല. സ്തോത്രം. ഉണർവ് ആരംഭിക്കാൻ കീബോർഡിന്റെ റിതം കൂട്ടിയിട്ടത് കൊണ്ട് കഴിയില്ല. ഉണർവ് ആരംഭിക്കാൻ, സ്തോത്രം, അതെല്ലാം നമുക്ക് സഹായമാണ്, നമുക്ക് വേണ്ടതാണ്. എന്നാൽ ഉണർവ് ഇവിടുന്നൊന്നുമല്ല ആരംഭിക്കുന്നത്. ഉണർവ് ആരംഭിച്ചത്, സ്തോത്രം, കോരശിന്റെ മനസ്സിനെ ദൈവമുണർത്തി, സെരുബാബേലിന്റെ മനസ്സിനെ ദൈവമുണർത്തി. നമ്മളെ വാക്യങ്ങൾ വായിച്ചതാണ്. അടുത്തത് യോശുവയുടെ മനസ്സിനെ ദൈവമുണർത്തി. ശേഷം ജനത്തിന്റെ മനസ്സിനെ ദൈവമുണർത്തി. ദൈവിക ഉണർവ് ആരംഭിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തി ഉണർന്നാൽ, അങ്ങനെ ഉണർത്തപ്പെട്ട വ്യക്തികൾ ഒന്നിച്ചു കൂടിയാൽ സഭ ഉണരും. അങ്ങനെ ദേശത്തൊരു സഭ ഉണർന്നാൽ നാട് ഉണരും. അങ്ങനെയെല്ലാമാണ് ഉണർവിൻ്റെ തീനാളങ്ങൾ ജ്വലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗതകാല ഉണർവിന് ചരിതം ഉറങ്ങിക്കിടക്കുന്ന ഓതറയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ആത്മീക ദൂത് പരിശുദ്ധാത്മ നിയോഗത്തോടെ വിളിച്ചു പറയുന്നു. ഒരു പിൻകാല ഉണർവിൻ്റെ നാമി ഫിലദൽഫിയ സഭയ്ക്കകത്ത് നിന്ന് തുടക്കം കുറിക്കേണ്ടതിന് കാംക്ഷിക്കുന്നു. അത് എന്നിൽ നിന്ന് തുടക്കം കുറിക്കാൻ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉണർവുണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, ആരും നിർബന്ധിക്കാതെ പ്രാർത്ഥന തുടങ്ങും. സ്തോത്രം. ആരും മൂച്ച് കൂട്ടാതെ, നമ്മുടെ പറഞ്ഞാൽ മുറുക്കാതെ, ആരും കീ കൊടുക്കാതെ, പലരും കീ കൊടുത്ത് ഓടുന്ന വണ്ടികളാണ്. ഇന്നലെ മുതൽ കീ കൊടുത്തത് കൊണ്ട് ഇന്ന് സഭായോഗം വരെ എത്തി. ചിലപ്പോൾ കീ കൊടുക്കുന്നത് ആൻറ്റി ആയിരിക്കും, ചിലപ്പോൾ കീ കൊടുക്കുന്നത് അപ്പനായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് പിള്ളേർ ഓടിക്കുന്ന, മക്കളെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ചാവി കൊടുക്കുമ്പോൾ ഓടുന്ന കാറ് കണ്ടിട്ടില്ലേ? അവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ട്. ഇതുപോലെ
സ്തോത്രം. ആരും കീ കൊടുക്കണ്ട, ആരും ചാവി കൊടുക്കണ്ട, പാടണ്ടേ എന്ന് പറയണ്ട, പ്രാർത്ഥിക്കണ്ടേ എന്ന് പറയണ്ട. ഇപ്പോൾ ഇടയ്ക്ക് വരുന്ന പോലെ നല്ല സ്തോത്രം പറഞ്ഞാട്ടെ, വേണ്ട. സ്തോത്രം. പ്രത്യേകിച്ച് ആരെയും എന്ത് ചെയ്യണ്ട, ഉന്തണ്ട. ഉണർവ് ഒരാളുടെ ഉള്ളിലുണ്ടായാൽ സ്തോത്രം, ആരും നിർബന്ധിക്കാതെ അവൻ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ആരും നിർബന്ധിക്കാതെ അവൻ കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നത് കാണാൻ പറ്റും. ആരും നിർബന്ധിക്കാതെ കർത്താവിന് വേണ്ടി നിവരെ നിൽക്കുന്നത് കാണാൻ പറ്റും. ആമേൻ. എന്നാൽ ദൈവം മനസ്സിലാക്കി ഈ പണി മുടങ്ങിയത് അന്യായ പത്രമല്ല, അതൊരു കാരണമാണ്. അത് കണ്ട ഇവരിലാ പ്രശ്നം. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രധാന പോയിന്റിലേക്ക് വരുന്നു. ഒന്നാമത്തത് ഇന്ന് കഴിഞ്ഞ ആഴ്ച നാം ഗ്രഹിച്ചു. ദൈവം അനുഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്ന്, 4-ാം മാസത്തെ ഉപവാസം, 5-ാം മാസത്തെ ഉപവാസം, അല്ലെ, 7-ാം മാസത്തെ ഉപവാസം, 10-ാം മാസത്തെ ഉപവാസം. എന്തുകൊണ്ട് 70 കൊല്ലം 4-ാം മാസം, 5-ാം മാസം, 7-ാം മാസം, 10-ാം മാസം അവർ ഉപവസിച്ചു എന്നുള്ളത് കമ്പിവാചകങ്ങളായി വാക്യസഹിതം നമ്മൾ കഴിഞ്ഞയാഴ്ച ഗ്രഹിച്ചു. രണ്ടാമത്തെ പോയിന്റ് 4-ാം അധ്യായം 7-ാം വാക്യം പൊതുവിൽ വായിച്ചു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം. ഈ വാക്കും ഈ വാചകമൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. നമ്മുടെ യോഗത്തിന് കൊഴുപ്പ് കൂടാൻ വേണ്ടി നമ്മുടെ പ്രസംഗികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് കയറ്റും. മഹാപർവ്വതമേ നീ ആർ. അതിനകത്ത് അധികര വാക്കുകൾ ഉള്ളത് കൊണ്ട്, ഈ ഖരം മലയാളത്തിലില്ലേ, ഖരം അധികരം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇല്ലേ, നമ്മൾ കർത്താവ് എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മളെങ്ങനെ പറയുന്നത് കർത്താവ് അല്ലേ, അങ്ങനെ പറയാറുണ്ട്. ഇതിനകത്ത് കുറച്ച് കട്ടിയുള്ള പ്രയോഗങ്ങളുണ്ട്. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. നമുക്കറിയാം ഈ മഹാപർവ്വതം ഏതാ? നിലവിലെ പ്രശ്നം ഏതാ? യസ്രയുടെ പുസ്തകം എടുക്കാം. യസ്രയുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 6-ാം വാക്യം. അവന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തന്നെ അവർ യഹൂദയിലെയും യെരുശലേമിലെയും നിവാസികൾക്ക് വിരോധമായി അന്യായ പത്രം എഴുതി അയച്ചു. അന്യായ പത്രം എഴുതി അയച്ചു. ഇനി അതിന്റെ 23-ഉം 24-ഉം കൂടെ വായിച്ചു. അർത്തശഷ്ഠ രാജാവിന്റെ എഴുത്തിന്റെ പകർപ്പ് രഹൂമും രാജസക്കാരനായ ശിംശായിയും അവരുടെ കൂട്ടക്കാരും വായിച്ചു കേട്ട ശേഷം അവർ യെരുശലേമിൽ യഹൂദന്മാരുടെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ബലാത്കാരത്തോടെ അവരെ ഹേമിച്ച് പണി മുടക്കി. മതി, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഒരു വാക്കെടുക്കുന്നു, അന്യായ പത്രം. അതിൻ്റെ ഉള്ളിൽ ന്യായം ഒന്നുമില്ല. അതിൻ്റെ 1-ാമത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ അന്യായമാണ്. ന്യായമല്ല, എന്താണ്? അന്യായം എഴുതിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കള്ളം എഴുതിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ നുണയ്ക്ക് കുറച്ചും കൂടെ കടുപ്പം കൂട്ടി നമ്മൾ പറയും കല്ല് വെച്ച നുണ. ഈ നുണയും കല്ലും, കല്ലും നുണയും എന്നുള്ളത് എന്താന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അടുത്ത യോഗത്തിന് വരാനുള്ള ഒരു കിടക്കട്ടെ. അങ്ങനെ നിർത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ കല്ല് വെച്ച നുണ എന്ന് പറഞ്ഞതുപോലെ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കളവുകളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ എഴുതി എന്ത് ചെയ്തു? അയച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വാട്സപ്പിലിട്ടു, ഫേസ്ബുക്കിലിട്ടു, ഇങ്ങനെ തോണ്ടി വിട്ടു. എന്നാൽ ഇതൊക്കെ കേട്ട ഇത് അയച്ചിട്ട്
ഇവരെ ഈ അന്യായ പത്രം കൊണ്ട് സ്റ്റേ മേടിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അത് പണി മുടക്കി. ബലാൽക്കാരെ എന്ത് ചെയ്തു? പണിയൊക്കെ മുടക്കി. ഇവരിതെല്ലാം കണ്ട് പേടിച്ചു. അപ്പോ ഈ മഹാപർവ്വതം ഏതാ? ഈ ശത്രു എഴുതിയ ഈ കടലാസ്. ഇത് പണ്ടൊരു കുന്നിന്റെ വലിപ്പമുള്ളായിരുന്നു. ഇത് തുടക്കത്തിൽ ഇത് മഹാപർവ്വതമൊന്നും അല്ലായിരുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചില്ലിക്കേസ് അല്ലേ? എന്തുവാ എനിക്കറിയത്തില്ല, അവർക്ക് കറക്റ്റ് അറിയാം. ഇത് വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. ഇത് ചീള് കേസായിരുന്നു. ഇത് കൊച്ചു കാര്യമായിരുന്നു. ഇതെന്ത് ചെയ്തെന്നറിയാവോ? ഇവര് തമ്മി പറഞ്ഞു തുടങ്ങി. അന്യായ പത്രം എഴുതി. സ്തോത്രം. ബലാൽക്കാരെ വന്ന് എന്ത് ചെയ്തു? സ്റ്റേ. ഇതൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുക. സ്റ്റേ, അന്യായ പത്രം, അപ്പിടി ഇപ്പിടി എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. ഇവരുടെ വൈരി അവിടെ പഠിച്ചാൽ ഇവർ ഉണർന്നാൽ ഒന്നുമില്ല. സ്തോത്രം. ഒരിക്കൽ ഈ നാട്ടിൽ ഇവർ കയറിയപ്പോൾ ഈ വൈരിയേക്കാൾ വലിയ വൈരി ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വൈരികളെ ഒറ്റുനോക്കാൻ വിട്ടവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അനാഖ്യമല്ലന്മാരാന്ന്. അല്ലേ? സ്തോത്രം. അത്ര വലിയ ശക്തരല്ല ഇപ്പോഴത്തത്. ഇവര് പറഞ്ഞ് എന്ത് ചെയ്തു? ഈ മലയാളി പെന്തക്കോസുകാരാണ് സാത്താന്റെ പബ്ലിസിറ്റി കൺവീനേഴ്സ് പലരും. എന്ന് പറഞ്ഞാല് എന്തായാലും സാത്താനും അറിയാം അവന് നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയെ കിട്ടത്തുള്ളെന്ന്. ഈ പോസിറ്റീവായ പബ്ലിസിറ്റിയേക്കാൾ ഗുണിതങ്ങളായി വർദ്ധിക്കും ഏത്? നെഗറ്റീവ് അല്ലേ? ഒരു നെഗറ്റീവായ കാര്യം എന്ത് ചെയ്യും? ഇന്നത്തെ സഭായോഗം നല്ലതായിരുന്നു, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എവിടെങ്കിലും പണ്ടൊരാളൊരു സദ്യ ഉണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടുകാർ ചോദിച്ചു എങ്ങനുണ്ട് ഇന്നത്തെ സദ്യ എന്ന് ചോദിച്ചപ്പോൾ ഏമ്പക്കം വിട്ടിട്ട് പറഞ്ഞു പഴത്തിന് ഉപ്പില്ലായിരുന്നെന്ന്. പറയുന്നത് മനസ്സിലാവുന്നു? അപ്പൊ പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവിന് ഗുണിതങ്ങളായി ഫാസ്റ്റായിട്ട് അത് എന്ത് ചെയ്യും? ഞാൻ ഒരിക്കൽ മാനിഫെസ്റ്റോ വായിച്ചപ്പോൾ എനിക്ക് ആ തത്വം മനസ്സിലായി. വായിക്കുന്നതിന് തെറ്റൊന്നുമില്ല, എല്ലാം വായിക്കുന്നത് നല്ലതാണ്. വചനം നന്നായി വായിച്ചിട്ട് വേണം എല്ലാം വായിക്കാൻ, അത്രയേ ഉള്ളൂ. ദൈവം ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ സ്പീഡായിട്ട് ഇല്ല എന്ന് പറയുന്നത് പോയി. അപ്പം ഈ ശത്രുവിനെ ഹൈലൈറ്റ് ചെയ്യുക. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള സാത്താൻ ഒരു സൃഷ്ടിയാണ്. അവനെ എന്തുകൊണ്ട് നിർമ്മിച്ചു ലൂസിഫറിനെ പറഞ്ഞിട്ടുണ്ട്. ഡെമനോളജി ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ ലാസ്റ്റ് സീൻ ബുക്ക് ഓഫ് റിവലേഷനകത്ത് വെളിപ്പാട് പുസ്തകം 20 കൊടുത്തിട്ടുണ്ട്. ഒരു ദൂതൻ വന്ന് ചങ്ങലയിടും. സ്തോത്രം. അതിനുശേഷം 1000 ആണ്ട് കഴിഞ്ഞ ശേഷം അവൻ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ് സീൻ. ഈ കക്ഷിയെ സ്തോത്രം ദൈവത്തോളമുള്ളയാളായിട്ടും ദൈവത്തെക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നയാളായിട്ടും പർവ്വതീകരിക്കുന്ന സാത്താന്യ തന്ത്രത്തെ നാം എന്ത് ചെയ്യണം? തിരിച്ചറിയണം. മഹാപർവ്വതത്തെ എന്ത് ചെയ്തു? വൈരിയെ ഇവർ ഹൈലൈറ്റ് ചെയ്തു. ആമേൻ. സ്തോത്രം. ഇതാദ്യം ഒരു മഹാപർവ്വതമല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു കുന്നായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞ് ഇവരുടെ ഹൃദയത്തിനകത്ത് ഇത് ഒരു കുട്ടിപ്പർവ്വതമായി. കുട്ടിപ്പർവ്വതം.
എനിക്കറിയില്ല ഇങ്ങനത്തെ പർവ്വതം ഉണ്ടോന്ന്. അടുത്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാം കൂടെ പറഞ്ഞ് ഇതിനെ മുക്കാപർവ്വതമാക്കി. പിന്നീട് ഇത് കയറി ഇപ്പൊ ഇവർ പറയുന്നത് ഇത് മഹാപർവ്വതമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ തൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് പറഞ്ഞ കാര്യം, എൻ്റെ ജനമേ, സ്തോത്രം, ആ മഹാപർവ്വതം നീ ഒന്ന് ഉണർന്നാൽ, ഹല്ലേലൂയ, നീ ഒന്ന് ഒരുമിച്ച് നിന്നാൽ, വിളിയുള്ള നീ, അഭിഷേകമുള്ള നീ, ദൈവശക്തിയുള്ള നീ, ആമേൻ, കൃപയോടെ നീ ഒന്ന് ആമേൻ ഉണർന്നാൽ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് സമഭൂമിയാകും. അതിനെ സമഭൂമിയാക്കാനുള്ള അഭിഷേകം, അതിനെ സമഭൂമിയാക്കാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നിന്റെ പ്രശ്നത്തെ നീ പർവ്വതീകരിച്ച്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ നീ പർവ്വതീകരിച്ച്, മനസ്സിനകത്തത് വലിയൊരു പർവ്വതമായി കൊടുമുടിയായി അതിനെ ഉയർത്തി അതിനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് മുന്നേറ്റമില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ, മഹാപർവ്വതത്തെക്കാൾ വലിയ ദൈവത്തെ നീ കാണ. മഹാപർവ്വതത്തെ നീക്കാൻ അധികാരമുള്ള ദൈവത്തിന്റെ ശക്തിയെ നീ പറ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് മീറ്റിങ്ങിനകത്തിരിക്കുന്ന ദൈവ പൈതൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം, ഹല്ലേലൂയ, ഫ്രം ദിസ് ഡേ ഓൺ ഐ വിൽ ബ്ലസ് യു. ആമേൻ. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ പോയിന്റ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ, ആമേൻ, സ്തോത്രം, ഞാൻ സമഭൂമിയാക്കും. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ജനം ഉണർന്നു കഴിഞ്ഞപ്പോൾ, ഇവർ ഒരുമിച്ച് പ്രവചിച്ച പ്രവചനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, ഇവർ ഒരുമിച്ച് നിന്നങ്ങോട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ, ആമൻ ആമൻ, മഹാപർവ്വതം നിന്ന സ്ഥലത്ത് മഹാപർവ്വതം കാണാനില്ല. ആമൻ, പർവ്വതത്തിന്റെ സ്ഥാനത്ത് സമഭൂമിയാക്കപ്പെട്ടു. ഇന്ന് ഈ ആരാധനയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ, യോഗത്തിന് വരുമ്പോൾ നിന്റെ മുമ്പിൽ മഹാപർവ്വതമുണ്ടാകും. എന്നാൽ വിശ്വാസത്തോടെ, കൃപയോടെ, ദൈവശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവ പൈതൽ, അവൻ കൃപയോടെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മഹാപർവ്വതം നിന്റെ മുമ്പിൽ കാണത്തില്ല. അവൻ അത് സമഭൂമി ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് വായിച്ചാട്ടെ, അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു. 4-ാം അധ്യായം 6-ാം വാക്യം, സഖറിയ പ്രവചനം. യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്ര എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇനി അടുത്തതും കൂടെ വായിച്ചു. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ഓക്കെ, മതി. 6, 7, 8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, സ്തോത്രം, സൈന്യത്താലല്ല ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ മഹാപർവ്വതം നീങ്ങുന്നത്? സ്തോത്രം, യഹോവയുടെ ആത്മാവിനാൽ. യഹോവയുടെ ആത്മാവിന്റെ ശക്തി സർവശക്തിയാണ്, സൂപ്പർ നാച്ചുറൽ പവറാണ്. ഹല്ലേലൂയ. ഈ യേശുവിന്റെ കല്ലറയിൽ വ്യാപരിച്ച ശക്തിയാണ്. ആ ശക്തി റിസറക്ഷൻ പവർ, പുനരുത്ഥാനത്തിന്റെ ശക്തി. ആ ശക്തി ഉണ്ടല്ലോ, അവർണ്ണനീയമായ ശക്തിയാ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ഇത് സമഭൂമി. രണ്ടത്, സമഭൂമിയായി മാറുന്നത് ആത്മാവിനാലാണ്. അടുത്തത് വായിച്ചോ, കൃപ എന്ന അർത്ഥം ചെയ്യും. ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സ്തോത്രം. ഇവർ ഈ ആലയം പണിയുന്ന സമയത്ത് ഏറ്റവും അവസാനം വെക്കാൻ വേണ്ടി പണിതിരിക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ പേരാണ് ആണിക്കല്ല്. സ്തോത്രം. ഈ കല്ലിനെ നോക്കി പലരും ചോദിച്ചാൽ ഇത് അങ്ങോട്ട് കയറുമോ?
അന്നേരം ഇവര് അവസാനം ആണിക്കല്ല് വെച്ച രംഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൃപ. ഈ കൃപ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഗ്രീക്ക് പദം ക്യാരിസ് എന്നാണ്. അതിന്റെ അർത്ഥം അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൃപയാൽ എന്ത് ചെയ്യും? ആണിക്കല്ല് കയറും. അപ്പോൾ ഇവർക്ക് ഈ ആണിക്കല്ല് കയറ്റാനുള്ള കൃപ ദൈവം അവരുടെ മേൽ വ്യാപരിപ്പിച്ചു. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കൃപയുടെ നിറവാണ്. എന്നിട്ട് പറഞ്ഞു, അവന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ. ഓതറ സഭയൊന്ന് ചേർന്ന് പറയാമോ? ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന സപ്തമഹിമ പൂർണ്ണനായ ക്രിസ്തുവിനെ വിശ്വാസ കണ്ണാൽ കണ്ടിട്ട് ഈ കർത്താവിന്റെ നിറവിൽ നിന്ന് നാം എല്ലാവരും കൃപമേൽ കൃപ. നമ്മുടെ കഴിവുകൊണ്ട് ഈ ആണിക്കല്ല് കയറത്തില്ല. എന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന സമയത്ത്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഇന്ന്, ഹല്ലേലൂയ, കൃപയാൽ ആണിക്കല്ല് കയറും. കൃപയാൽ സംഭവിക്കും. കൃപയാൽ. അതെങ്ങനെ നടന്നു? എൻ്റെ ബുദ്ധി കൊണ്ട് അസാധ്യമായിരുന്നു, എൻ്റെ കഴിവ് കൊണ്ട് അസാധ്യമായിരുന്നു, എൻ്റെ മസിൽ പവർ കൊണ്ട് അസാധ്യമായിരുന്നു, എൻ്റെ സ്വാധീനം കൊണ്ട് അസാധ്യമായിരുന്നു. എന്നാൽ കൃപയാൽ അത് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാമോ? എന്നിട്ട് അതിൻ്റെ അടിയിൽ വീണ്ടും 6-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗം സൈന്യത്താലല്ല, ശക്തിയാലയല്ല. അവൻ വൈരിക്കില്ലാത്ത ഒന്ന് അവൻ തൻ്റെ ജനത്തിൻ്റെ മേലുണ്ട്. യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. ഈ യോഗം തീരാൻ നേരത്ത് ഞങ്ങൾ ഉപദേശിമാർ ഒരു വാക്ക് പറയും, പറഞ്ഞില്ലെങ്കിൽ പലർക്കും പ്രയാസമാണ്. പൗലോസ് ലേഖനങ്ങൾക്കകത്ത് അവസാനം എഴുതിയ ആ വാക്യം ഞങ്ങൾ കാണാതെ പറയുന്നതേ ഉള്ളൂ. എന്താണെന്നറിയാവോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആശീർവാദം പറയണം, അല്ലേ? ഈ ആശീർവാദം പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന വാക്യം ഞങ്ങളങ്ങ് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ആശീർവാദം പറയുമ്പോൾ നമുക്ക് കാണാപ്പാടം അറിയാം. അതിനകത്ത് നമ്മളെല്ലാം കൂടെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. ആരോടുകൂടെ? സ്തോത്രം. അതിനെ ഞാൻ അപഗ്രഥിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടവാസം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ബലഹീനനായ ആമൻ, ബലഹീനയായ സഹോദരി, ബലഹീനയായ മാതാവേ, ബലഹീനനായ വ്യക്തിയെ, അവൻ പല പരിമിതികളും ഉള്ളവരായിരിക്കും നമ്മൾ. എന്നാൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നിന്നാൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം, നമ്മുടെ മുൻപിലുള്ള മഹാപർവ്വതങ്ങൾ നീങ്ങും. ആമേൻ. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലയല്ല, യഹോവയുടെ ആത്മാവിനാൽ. ആമൻ ആമൻ. ആണിക്കല്ല് കയറുന്ന യഹോവയുടെ ആത്മാവിനാൽ. ആമൻ. മഹാപർവ്വതം നീങ്ങുന്ന യഹോവയുടെ ആത്മാവിനാൽ നിനക്ക് അസാധ്യമെന്ന് നീ വിധിയെഴുതിയ വിഷയം സാധ്യമാകുന്ന ആമൻ അനുഗ്രഹം. ആ അനുഗ്രഹമത്രേ എൻ്റെ ദൈവം വെളിപ്പെടുത്തുന്നത്. ആ അനുഗ്രഹം ഇന്ന് ഈ ആരാധനക്കകത്തിരിക്കുന്ന എന്നിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ വിഷയത്തിൽ, എൻ്റെ ആത്മീക മണ്ഡലത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടുമെന്ന ഉറച്ച വിശ്വാസം ഫെയ്ത്ത് അകത്തുള്ളവർ അല്പനേര കരങ്ങളെ തട്ടി പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. സൈന്യത്താലല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിനാൽ. യഹോവയുടെ ആത്മാവിനാൽ, യഹോവയുടെ ആത്മാവിനാൽ എഴുന്നേൽക്ക, യഹോവയുടെ ആത്മാവിനാൽ ചെയ്യ, യഹോവയുടെ ആത്മാവിനാൽ മുൻപോട്ട് നീങ്ങ. വൈരികൾ പറഞ്ഞ വാക്കല്ല നിന്റെ വേദവാക്ക്. അവൻ വൈരികൾ പറഞ്ഞതല്ല നീ കേൾക്കേണ്ടത്. നിന്നെ കുറിച്ച് ശത്രു പറയുന്നതല്ല കേൾക്കേണ്ടത്. ശത്രുപാളയത്തിൽ അവൻ നിന്നെ കുറിച്ച് ഉള്ള സംസാരമല്ല നീ കേൾക്കേണ്ടത്. ദൈവിക വാക്തത്വം,
ദൈവിക വാഗ്ദത്തം, ദൈവത്തിന് നിന്നെക്കുറിച്ച്, ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ അല്പനേരം ഒന്ന് സ്വോത്രത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഉടരബനബനഘടകമന അംദൽ ഘടകമനക ശബ്ദരാജനാഥന അർത്ഥരാജന ഘടകമനിയാന്തന. സൈന്യത്താലല്ല, ശക്തിയാലെയല്ല. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും പരിശുദ്ധാത്മാവ് വചനത്തിന്റെ പ്രകാശത്തിൽ കൈമാറുന്ന കാര്യം, നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അവൻ നിന്റെ അറിവ് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, അതിന്റെ പരിധിയുടെ അങ്ങേയറ്റം വരെ നീ എത്തിയിട്ടും ഒരു ലെവലിനപ്പുറത്തേക്ക് നിനക്ക് കയറാൻ കഴിയാത്തത് സൈന്യത്താലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ സാധിക്കും. യഹോവയുടെ ആത്മാവിനാൽ സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നാളുകളായുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി ദൈവം അനുഗ്രഹിക്കും. 2, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ നീക്കി ദൈവം അനുഗ്രഹിക്കും. ആമൻ. 3, ആമൻ സ്തോത്രം, കൃപ എന്നാർത്തുകൊണ്ട് ആമൻ ആണിക്കല്ല് കയറ്റിയപ്പോൾ അവർ പറഞ്ഞു, ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എങ്ങനെ സാധിച്ചു? സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ കാര്യങ്ങൾ നടക്കുന്ന സീസൺ. അത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. സ്തോത്രം. അങ്ങനെ ഒരു സീസൺ വരുമെന്ന് യോവേൽ പ്രവചിച്ചില്ലേ? ആ സീസൺ വന്നു. അത് എന്താണ്? ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. I will pour out my spirit upon all flesh. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആ വചനത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. From this day I will bless you.